ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഈ ലോകത്തിലെ ഏതൊരു വസ്തുവും നമുക്ക് ശാശ്വതമായ സുഖം തരാൻ പര്യാപ്തമല്ല. ഇവയിൽ നിന്ന് തുച്ഛമായ അല്പമായ ഒരു സുഖം മാത്രമേ ഉള്ളൂ. ഈ സുഖവസ്തുക്കൾ യഥാർത്ഥത്തിലുള്ള സുഖത്തെ മറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സുഖാഭാസം എന്ന് പറയുന്നത്. യഥാർത്ഥമായ സുഖത്തെ മറയ്ക്കുന്നത് ഈ അയഥാർത്ഥമായ അല്ലെങ്കിൽ അല്പമായ സുഖവസ്തുക്കളാണ്. അതിനാൽ ഇതിൻ്റെ പുറകെ പോയാൽ തീരാത്ത നഷ്ടം, നമ്മുടെ ആയുസ്സാണ് നഷ്ടപ്പെടുന്നത്. ആയുസ് നഷ്ടപ്പെട്ടാൽ പിന്നെ അത് ഈ ശരീരത്തിൽ വെച്ച് വീണ്ടെടുക്കാനാവില്ല. അതിനാൽ കിട്ടിയ ആയുസ്സിനെ വേണ്ടതുപോലെ വിനിയോഗിക്കുക എന്നതാണ് ബുദ്ധിമാന്മാർ ചെയ്യുന്നത്. അതുകൊണ്ട് തുച്ഛമാം സംസാര സൗഖ്യത്തിനെ ഇച്ഛിച്ചലയാതെ നായിനെ പോൽ സച്ചിദാനന്ദ പരബ്രഹ്മ വസ്തുവിൽ വെച്ചിടുമാനസവും എന്നുമെന്നും. തുച്ഛമാം സംസാര സൗഖ്യത്തിനെ നിസാരമാണ് ഈ ഇന്ദ്രിയ വിഷയങ്ങളിൽ കൂടി നമുക്ക് കിട്ടുന്ന സുഖങ്ങൾ എല്ലാം എന്ന് ഒന്ന് ആലോചനാപൂർവം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. അതിനാൽ തുച്ഛമാം സംസാര സൗഖ്യത്തിനെ ഇച്ഛിച്ചലയാതെ നായിനെ പോൽ, ഒരു നായയെപ്പോലെ ഈ സുഖത്തിൻ്റെ പിന്നാലെ പാഞ്ഞു പോവല്ലേ. സച്ചിദാനന്ദ പരബ്രഹ്മ വസ്തുവിൽ സത്തും ചിത്തും ആനന്ദവുമായിരിക്കുന്ന ആ പരബ്രഹ്മ വസ്തുവിൽ നമ്മുടെ മനസ്സ് വെച്ചാൽ മതി. നിരന്തരം നമ്മൾ ആത്മവിചാരം ചെയ്താൽ മതി. സത്തും ചിത്തും ആനന്ദവുമായിരിക്കുന്ന പരമാത്മാവിനെ നിരന്തരം വിചാരം ചെയ്തുകൊണ്ടിരുന്നാൽ ആ സ്വഭാവം നമ്മളിൽ അങ്കുരിക്കും. നമ്മളിൽ അതുണ്ടായി കഴിയുമ്പോൾ അതിൻ്റെ അനുഭവതലത്തിലേക്ക് നമ്മൾ ഉയരും. അതിന് ഇതിൻ്റെ ആകർഷണ വലയത്തിൽ നിന്ന് നമ്മൾ വിട്ടുകിട്ടണ്ടേ. ഇതത്രയും ശക്തിമത്താണ്. അതിൽ പെട്ടുകഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് വരിക വളരെ വിഷമമാണ് എന്നാണ്. ഒരിക്കൽ കുറേ ഉറുമ്പുകൾ ഭക്ഷണം അന്വേഷിച്ച് പോയി. അങ്ങനെ ചെന്ന് അവർ പെട്ടത് പഴുത്ത ഒരു ചക്കയുടെ, പൊളിച്ചു വെച്ചിരിക്കുന്ന പഴുത്ത ചക്കയുടെ മുന്നിലാണ്. ചക്കച്ചുളയിൽ ആകൃഷ്ടരായ ഉറുമ്പുകൾ ചുള തിന്നു, മാത്രമല്ല അതിലൊട്ടിപ്പോവുകയും ചെയ്തു. എന്നാൽ ആ ഉറുമ്പിൻ്റെ കൂട്ടുകാർ, നമ്മളെ കൂട്ടുകാരങ്ങ് പോയിരുന്നല്ലോ, അവർക്കെന്ത് പറ്റി എന്നറിയാൻ വേണ്ടി ഇവർ അന്വേഷിച്ച് ചെന്നപ്പോൾ ചക്കയിലൊട്ടിയിരിക്കുന്ന ഉറുമ്പുകൾ പറഞ്ഞു, സുഹൃത്തുക്കളെ വരൂ, ഇത്രയും നല്ല സ്വാദിഷ്ടമായ പഴം നമുക്ക് എവിടെ നിന്ന് കിട്ടും, അതുകൊണ്ട് വരൂ എന്ന് പറഞ്ഞു. അപ്പം അവർ പറഞ്ഞു, നിങ്ങളെന്താ അത് തിന്നു കഴിഞ്ഞ് ഇങ്ങോട്ട് വരാത്തത് എന്ന് പറഞ്ഞപ്പോൾ, അയ്യോ ഞങ്ങൾക്ക് വരാൻ പറ്റുന്നില്ല, ഞങ്ങൾ ഇതിലൊട്ടിപ്പോയി എന്ന് പറഞ്ഞു. തങ്ങൾ അതിലൊട്ടിപ്പോയാലും മറ്റുള്ളവരെ കൂടെ ഒട്ടിക്കാനാണ് നോക്കുന്നത്. അതുപോലെയാണ് ഈ ലോക സുഖങ്ങൾ. ഇതിലൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് വേർപെടുക വളരെ വിഷമമാണ്. അവിടെ ജ്ഞാനമാകുന്ന എണ്ണ കൊണ്ട് മാത്രമേ ആ ഒട്ടലിനെ ഇല്ലാതെയാക്കാൻ സാധിക്കുകയുള്ളൂ. ആത്മജ്ഞാനമാകുന്ന എണ്ണ പുരട്ടിയാൽ മാത്രമേ ആ ചക്കയുടെ ഒട്ടലിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ആ ഒട്ടിയ പലരും അതിൽ തന്നെ ഒട്ടി ഇതിലപ്പുറം ഒരു സുഖമില്ല എന്ന് ഭ്രമിച്ചു കഴിയുന്നു. അത്തിപ്പഴത്തിലെ പുഴുവിനെ പോലെ
ഇതിലേറെ സ്വാദിഷ്ടമായ പഴം വേറെ ഇല്ല എന്ന തോന്നലാണ്. അതുപോലെ വീട്, കുടുംബം, മക്കൾ ഇവയുടെ സുഖത്തിൽ ഉപരിയായി മറ്റൊരു സുഖമില്ല എന്ന് ഭ്രമിച്ച് അതിൽ തന്നെ ചക്കയിലൊട്ടിയതുപോലെ ഒട്ടിക്കിടക്കുന്നു. അവിടെ ആത്മാവിനെ സംബന്ധിച്ച ഒരറിവാണ് വേണ്ടത്. അതാണ് എണ്ണ. ആ അറിവ് കിട്ടിക്കഴിയുമ്പോൾ ഇതിനേക്കാൾ മഹത്തായ സുഖം നമ്മെ എല്ലാവരെയും കാത്തിരിക്കുന്നു എന്ന ബോധം ഉണ്ടാവുകയും ഇവിടെ ചെയ്യേണ്ടതായ കർത്തവ്യം ഭംഗിയായി ചെയ്തു തീർക്കുകയും ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നാം ഇതുപേക്ഷിച്ച് പോവുകയല്ല, ഇവിടെ നാം ചെയ്യേണ്ടതെന്തോ അത് ചെയ്ത് നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം ഇതല്ല എന്ന് ബോധിച്ച് ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി അനവരത പരിശ്രമം ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് ആ പരമമായ സുഖത്തിൻ്റെ ഉടമയായി തീരാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ തുച്ഛമാം സംസാര സൗഖ്യത്തിനെയും ഇച്ഛിച്ചലയാതെ നായിനെ പോൽ സച്ചിദാനന്ദ പരബ്രഹ്മ വസ്തുവിൽ വെച്ചേടു മാനസം എന്നുമെന്നും.